വിറ്റാമിനുകൾ ശാസ്ത്രീയ നാമവും രോഗങ്ങളും. വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ. ഇതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തത, സിറോഫ്താൽമിയ. വിറ്റാമിൻ എ എന്ന് പറയുന്നത് കണ്ണിനാവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. കണ്ണ് എന്ന് പറയുമ്പോഴത്തേക്ക് റെറ്റിന നമുക്ക് ഓർത്തിരിക്കാം. ഇനി നിശാന്തത അന്ധത കണ്ണിനെ ബാധിക്കുന്നതാണ്. സിറോഫ്താൽമിയ എടുക്കുകയാണെങ്കിൽ സി, കാണുക എന്ന് പറയുന്ന സി ഉണ്ടല്ലോ, അത് നമുക്ക് കണ്ണുകൊണ്ടല്ലേ കാണുന്നത്, അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് വിറ്റാമിൻ എ ആണ് എന്ന് ഓർത്തിരിക്കാം. ഇനി വിറ്റാമിൻ സി എടുക്കുകയാണെങ്കിൽ അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രൂട്ട്സ് ആണല്ലോ ഓർമ്മ വരുന്നത്. നമ്മളുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് എന്ന് ഓർത്തിരുന്നാൽ അസ്കോർബിക് എന്ന് കിട്ടും. പിന്നെ സി ഫോർ സ്കർവി എന്ന രീതിയിൽ ഓർത്തിരിക്കാം. ഇനി വിറ്റാമിൻ ഡി ആണെങ്കിൽ കാൽസിഫെറോൾ എന്നാണ് ശാസ്ത്രീയ നാമം. ഇതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അഥവാ കണ എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡി നമുക്ക് ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. കാൽസിഫെറോൾ എന്ന് പറയുമ്പോൾ കാല് എന്ന് ഓർത്തിരിക്കുക. റിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മുടെ കാലിനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് സൂര്യപ്രകാശം സഹായിക്കും എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ റിക്കറ്റ് എന്ന വാക്കിൽ നിന്ന് ക്രിക്കറ്റ് എന്ന് ഓർത്തിരുന്നാൽ മതി. കാൽസിഫെറോളും കാല് എന്ന രീതിയിൽ ഓർത്തിരിക്കാം. ഇനി വിറ്റാമിൻ ഇ ആണ് ടോക്കോഫെറോൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് വന്ധ്യത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ടോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇ, നമ്മുടെ പല്ലുകൾ ഇ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പല്ലുകൾ മുഴുവൻ കാണുമല്ലോ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക്. കെ, ഇനി വിറ്റാമിൻ കെ എന്ന് പറയുന്നത് ഫില്ലോക്വിനോൺ ആണ്. കെ ഫോർ കിനോൺ എന്ന് ഓർത്തിരിക്കാം. പിന്നെ എന്താണ്, രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കും. കട്ട കെ ഫോർ കട്ട എന്നും ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ കോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.